തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അതെ, ഇപ്പൊ തന്നെ കാണണം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. മിക്കവാറും ആ ചെക്ക് ബാങ്കിൽ കൊടുക്കേണ്ടി വരില്ല. അതെന്താ? ബാങ്കില് കാശുണ്ടാവില്ലെന്ന് ആന്റിയുടെ മകനും മരുമകനും പറഞ്ഞോ? അതൊന്നും അല്ല, അവരുടെ കാശ് നമുക്ക് വേണ്ട. വേറൊരു വഴി ഒത്തു വന്നിട്ടുണ്ട്. എന്ത് വഴി? അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം. ഞാനിപ്പോ ഇറങ്ങുവാ, നീയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. നമുക്ക് സാധാരണ കാണാറുള്ള സ്ഥലത്ത് വെച്ച് കാണാം. എന്താ? ശരി, ഞാനിവിടെ തന്നെ ഉണ്ട്. ആന്റി ഇങ്ങോട്ട് വന്നാ മതി. ശരി ശരി കർഷേ. അഞ്ചാറ് ദിവസം താമസിച്ചെങ്കിലും ആദ്യത്തെ തവണയാണ് ഞാൻ ക്ഷമിച്ചു. ഇനി ഇങ്ങനെ ഉണ്ടാകരുത്. ഉണ്ടായാലേ എന്റെ കളി അങ്ങ് മാറും. ഇനി മാറാനൊന്നുമില്ല സാറേ. ഞാൻ പ്രമാണം തന്ന കാര്യം സാറ് മാമനോട് പറഞ്ഞോടെ എൻ്റെ ജീവിതമേ മാറിക്കിടക്കുക. ഇനിയിപ്പോൾ സാറത് ചെയ്താലും എനിക്കൊരു ചുക്കുമില്ല. അതെ, പീതാംബരന്റെ കളി നിനക്ക് ശരിക്കും അറിയാത്തോണ്ട് പറയുക. വിനയൻ്റെ കളി പീതാംബരൻ സാറിനും അറിയില്ല. അതുകൊണ്ട് ഭീഷണിയൊന്നും വേണ്ട സാറേ. കാശ് വിനയൻ കൃത്യമായിട്ട് അടച്ചിരിക്കും. എനിക്കതേ വേണ്ടു. ഡേറ്റ് തെറ്റുമ്പോഴേ പീതാംബരന്റെ ഭാഷയും അങ്ങ് തെറ്റും. അപ്പൊ ശരിയെന്നാ വരട്ടെ. സാറേ, എന്തായാലും ആ പ്രമാണത്തിന്റെ കാര്യം സാറിന്റെ മാമനോട് പറഞ്ഞത് വലിയ ചതിയായി പോയി. നീ അത് വീട്ടുകാരറിയാതെ കൊണ്ടുവന്നത് ഞാനെങ്ങനെ അറിയും? നീ അവരോട് ചെയ്തത് അതിലും വലിയ ചതിയല്ലേ? എന്ത് ചതി? ആ വീടും സ്വത്തുമൊക്കെ അമ്മയുടെ കാലശേഷം എനിക്കുള്ളതാ. അതൊന്ന് പണയപ്പെടുത്തി ഞാനൊരു ബിസിനസ് തുടങ്ങിയെന്നല്ലേ. വിറ്റ് തുലച്ചൊന്നുമില്ലല്ലോ. നീ എങ്ങനെയെങ്കിലുമൊക്കെ കാശുണ്ടാക്കി എന്റെ കയ്യിൽ നിന്ന് ആ പ്രമാണം വാങ്ങി വീട്ടുകാർക്ക് കൊടുക്ക്. അപ്പൊ അവർക്ക് സമാധാനാവും. പക്ഷെ എന്റെ സമാധാനമൊക്കെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എന്റെ ഭാര്യനെ വിട്ടിട്ട് പോയി. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെന്ത് പണി ആ കൊച്ചു കാണിച്ചത്? അതെ, നമുക്ക് പോയി സംസാരിക്കാൻ വിനയാ. ഞാൻ വരാം ആ കൊച്ചിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ. വേണ്ട സാറേ, അതൊന്നും വേണ്ട. പോയവര് പോയി എന്ന് വെച്ച് വിനയൻ താടിയും വളർത്തി വിരഹാനം പാടി നടക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകണം. സാറിൻ്റെ കടം വിട്ടണം. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും വലിയൊരു ബിസിനസ്സുകാരനായി എന്നെ പുച്ഛിച്ചവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാം. അത് ബലേഭേഷ്. ഇങ്ങനെ ആയിരിക്കണം ആണായാൽ. വാശിയുണ്ടെങ്കിലേ ഏത് വലിയ കാര്യവും നമുക്ക് വെട്ടിപ്പിടിക്കാം. നീ ഒരു കാര്യം ചെയ്യും. നിന്റെ ആ CCTVയുടെ പരിപാടി തുടങ്ങിയാലേ എൻ്റെ വീട്ടിൽ ഒരെണ്ണം വെച്ചേക്ക്. ആ കാശ് അടുത്ത മാസത്തെ ഇൻട്രസ്റ്റ് ഞാൻ കുറച്ചേക്കാം. എന്താ? ആയിക്കോട്ടെ സാറേ. ക്യാമറ കേബിളൊക്കെ ഇന്നെത്തും. നാളെ പോലെ പണി കൊടുക്കും. സാറിന് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ച് ഞാൻ പറഞ്ഞാൽ മതി. ഞാൻ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരാം. ഓക്കെ. അപ്പോഴേ ഞാൻ വിളിച്ചോളാം. ഞാൻ ഇറങ്ങട്ടെ. ശരി. ഓക്കെ. അഞ്ചാം സമ്മാനം 1 ലക്ഷം രൂപ, അതല്ലേ? അതെ അതെ. കൺഗ്രാചുലേഷൻസ്. നിങ്ങളുടെ വീട് എവിടെയാ? വീട് ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെ. അതുകൊണ്ടല്ലേ ഞങ്ങൾ പ്രൈസ് വാങ്ങാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ആലപ്പുഴ ഏജൻസിന്ന് വിറ്റ ടിക്കറ്റാ, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, ആലപ്പുഴ വഴി യാത്ര ചെയ്തപ്പോഴേ അവിടുന്ന് വാങ്ങിയ ടിക്കറ്റാ ഇത്. ചിലപ്പോ അവിടുത്തെ ഏതെങ്കിലും ലോട്ടറി കച്ചവടക്കാരെ ഇവിടെ വന്ന് വിറ്റാലും മതി. അതാ ഞാൻ പറഞ്ഞേ. അപ്പോ എങ്ങനെയാ? സമ്മാനം ഇപ്പൊ ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ 2000 രൂപ കുറയും.